ഞങ്ങൾ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ 23 കണ്ണാശുപത്രികളുടെ സ്ഥാപനമാണ്. അതിൽ കണ്ണൂർ ഹോസ്പിറ്റലിൽ ഞങ്ങളൊരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ആഡ് ചെയ്യലാണ്, വിട്രിയോ റെറ്റിന സർജറി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇനോഗ്രേഷൻ ഈ മൺഡേയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡാറ്റ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർ പ്രമോദ് ഷെഡ്യൂൾ, ഡോക്ടർ സീമിയും സംസാരിക്കും. Ahalya Eye Foundation Kannur on this coming Monday, and for this inauguration we will be inviting sign actress Rajisha Vijayan and extremely respected Assistant Superintendent of Police Mr. Chandran AP for the inauguration. As you all know, surgical retina is very it's an advanced department, but many of the cities in Kerala is lacking in this facility. So patients are forced to go to other cities, other states for the treatment. Now we are having the same treatment in our own Kannur, the world-class treatment, and I would request the patients to take maximum benefit of this facility which we are trying to provide in Kannur. Thank you so much. പ്രമേഹ രോഗം നമ്മുടെ ഇടയിൽ എത്രത്തോളം കോമൺ ആണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ സംസ്ഥാനത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ്. പ്രമേഹത്തിന് മരുന്ന് ആൾക്കാർ സ്ഥിരമായി കഴിക്കുമെങ്കിലും ഈ പ്രമേഹ രോഗം 5 വർഷത്തിൽ കൂടുതൽ ശരീരത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ അത് കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിക്കും എന്നുള്ളത് മിക്കവർക്കും അറിയില്ല. ജനങ്ങൾക്ക് അവയർനെസ് കുറവാണ്. അപ്പം പല പേഷ്യൻസിനോടും നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഷുഗർ ലെവൽ കൺട്രോളാണ് ഡോക്ടറെ, പിന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആക്ച്വലി ഷുഗർ ലെവൽ ബ്ലഡിൽ കൺട്രോൾഡ് ആണെങ്കിലും ശരീരത്തിൽ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റിസും ആയിട്ടാണ്, അതായത് എത്ര വർഷമായിട്ട് ഈ രോഗം ഉണ്ട് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി. അപ്പൊ പ്രമേഹ രോഗികൾ നിർബന്ധമായും വർഷത്തിൽ ഒരിക്കൽ കണ്ണ് വികസിപ്പിച്ച് കണ്ണിന്റെ ഞരമ്പിന്റെ പരിശോധന ചെയ്യേണ്ടതാണ്. കൂടുതൽ വർഷം ശരീരത്തിൽ ഡയബറ്റിസ് നിലനിൽക്കുമ്പോൾ അത് കണ്ണിന്റെ ഞരമ്പിന്റെ രക്തഓട്ടത്തിനെ ബാധിച്ച് കണ്ണില് ബ്ലീഡിങ്, കണ്ണിന്റെ ഞരമ്പിന്റെ ഓക്സിജൻ സപ്ലൈ കുറയും, കണ്ണിന് ഞരമ്പിന് നീര് വയ്ക്കുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് കാഴ്ച നഷ്ടപ്പെടുന്നത് പ്രമേഹ രോഗികൾ. അപ്പൊ ഇത് എല്ലാ വർഷവും കൃത്യമായി പരിശോധിച്ച് അതിന്റെ വ്യത്യാസങ്ങൾ ഞരമ്പിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ചികിത്സ നിർണയിച്ച് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. നമ്മൾ അഹല്യ കണ്ണാശുപത്രി കണ്ണോത്തുംചാലിൽ കഴിഞ്ഞ 5 വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞരമ്പിന്റെ സർജറി അടക്കമുള്ള ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു വിട്രിയോ റെറ്റിനൽ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഒരു വലിയൊരു ആവശ്യമായിരുന്നു. അപ്പൊ അതിപ്പോൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ച ഡോക്ടർ പറഞ്ഞതുപോലെ 23-ാം തീയതി ഡിപ്പാർട്ട്മെന്റിന്റെ ഇനോഗ്രേഷൻ ആണ്. ആ ഇനോഗ്രേഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞരമ്പിന്റെ എല്ലാ ടെസ്റ്റുകൾക്കും ഉള്ള സംവിധാനം, സ്കാനിങ്, ഞരമ്പിന്റെ വ്യത്യാസങ്ങൾ വന്ന രോഗികൾക്കുള്ള ലേസർ ട്രീറ്റ്മെന്റ്, നീർവീക്കത്തിനുള്ള ഇഞ്ചക്ഷൻ, അഡ്വാൻസ്ഡ് ഡയബറ്റിക് ഐ ഡിസീസ് ഉള്ള രോഗികൾക്കുള്ള ഞരമ്പിന്റെ സർജറിക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇതെല്ലാം അഹല്യയിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഉദ്ഘാടനത്തിലേക്ക് ഒന്നുകൂടി ക്ഷണിക്കും.